എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യക്കാരായ നമ്മൾ അറിയേണ്ട ഒരു ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ അറിയിക്കാനാണ് പ്രധാനമായി ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ഈയിടയ്ക്ക് നാം നേരിടേണ്ടി വന്ന തീവ്രവാദം അതില്ലാതാക്കാൻ വേണ്ടി സിന്ദൂർ എന്നൊരു പേരിൽ നാം ഒരു ഓപ്പറേഷൻ നടത്തുകയായിരുന്നു. അതിൽ പല രാജ്യങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു വിജയം നമുക്ക് കൈവരിക്കാൻ സാധിച്ചു. അത് വലിയൊരു വിജയമാണ്. ഇതിലൂടെ നമുക്ക് പല വസ്തുതകളും പുനർനിർണയം ചെയ്യേണ്ടി വരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ശത്രുവാര് മിത്രമാര് എന്ന് നമുക്കറിയാൻ വയ്യാത്ത ഒരു സ്റ്റേജിലാണ്. കാരണം ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയമാണ്. നമ്മുടെ ഫോഴ്സ് എത്ര കണ്ട് സക്സസ്ഫുള്ളായി ഈ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തു, അത് തന്നെയാണ് പല രാജ്യങ്ങളെയും ഞെട്ടിച്ചു കളഞ്ഞത്. ഹിന്ദിയിൽ പറയും, ഒരു സാധാരണ പറഞ്ഞൊരു വാക്കുണ്ട്, ഹം खामोशी से आता है और खामोशी से जाता है लेकिन जो काम करने का है कर कर ही जाएगा. മലയാളത്തിൽ പറഞ്ഞാൽ, നമ്മൾ വളരെ സൈലൻസായി വരും, സൈലൻസായി തന്നെ തിരിച്ചു പോകും. പക്ഷേ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടായിരിക്കും നമ്മൾ പോവുക. അതുതന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നാം ചെയ്തത്. അതിനാദ്യമായി നമ്മൾ നന്ദി പറയേണ്ടത് നമ്മുടെ സേനാംഗങ്ങളെയും സേനാംഗങ്ങളെ നയിച്ച സീനിയർ ഓഫീസേഴ്സിനെയും. അവരുടെ നിശ്ചയദാർഢ്യം അവരെയും നമ്മുടെ രാജ്യത്തെയും നമ്മെയും വിജയത്തിലെത്തിപ്പിച്ചു. ഇനി നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഇന്ത്യ മറ്റു രാജ്യങ്ങൾ ഇന്നലെ കണ്ട ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. അത് വളരെ ബോധ്യമായ ഒരു കാര്യമാണ്. ഇത് അത്ര പെട്ടെന്ന് നമ്മൾ നേടിയെടുത്തതല്ല. വർഷങ്ങളായിട്ടുള്ള കഠിനാധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ച് നമ്മൾ വളരെ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച ഓരോ കാര്യങ്ങളും നാം നേടിയെടുത്തത്. എന്നാൽ നാം നേടിയ ഒരു കാര്യങ്ങൾ ഇത് നേടിയിട്ടുണ്ടെന്ന് നമ്മൾ ഒരിക്കലും മറ്റു രാജ്യക്കാരോട് പറയുമായിരുന്നില്ല. കാരണം നാം എന്ത് നേടി, നാം ഏത് പൊസിഷനിലാണെന്ന് മറ്റുള്ളവർ അറിയേണ്ട കാര്യമില്ല. ഇത് നേട്ടം എല്ലാം നമുക്ക് വേണ്ടി, നമ്മുടെ ജനതയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. സോ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള സമയങ്ങളാണ്. കാരണം നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ പലരും നമ്മളെ ശത്രുക്കളായിട്ട് കാണാനാണ് ശ്രമിക്കുന്നത്. അവർ നമ്മളെ ശത്രുപക്ഷത്തിൽ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത്, ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചിന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമുക്കെന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ തന്നെയും നാം ചെയ്യുന്ന ഓരോന്നിനും നമ്മുടെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് പ്രധാനമായും നമ്മുടെ ഭരണ സ്ഥിരത ഉള്ള കാരണം മാത്രമാണ്. നാം ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും
ഒരു പുരോഗതിയിലേക്ക് എത്താൻ സാധിച്ചത് നമ്മളിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ നാം ജപ്പാൻ്റെ തൊട്ടു പിന്നിൽ നാം നിൽക്കുകയാണ്. ഒരു പക്ഷേ ജപ്പാനെയും പിന്നിലാക്കുന്ന നാളുകൾ അത്ര വിദൂരമല്ല. ഇതിൻ്റെ എല്ലാം വിജയം നാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പലരുമുണ്ട്. അതിൽ പ്രധാനമായി കാണേണ്ടത് നമ്മുടെ ശാസ്ത്രലോകത്തെയാണ്. നമ്മുടെ ശാസ്ത്രജ്ഞർ അവരുടെ നിതാന്തമായ പരിശ്രമത്തിലാണ് ഓരോ കണ്ടുപിടുത്തങ്ങളും ഓരോ സംവിധാനങ്ങളും രൂപപ്പെടുത്തിയെടുക്കുന്നത്. അവരോടൊപ്പം അവർക്ക് വേണ്ടിയാണ് ഓരോ ഇന്ത്യക്കാരനും അവർക്ക് വേണ്ടി ആയിരിക്കണം നാം എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. അവർക്ക് അവരുടെ ആ യാഗമെന്ന് പറയാം, അവരുടെ യാഗത്തിൽ പരിപൂർണ പിന്തുണ നാം കൊടുക്കണം. അവരുടെ കണ്ടുപിടുത്തങ്ങൾ ശരിക്കും ഒരു യാഗമാണ്. അത് അത്ര നിസ്സാരവൽക്കരിക്കേണ്ട കാര്യങ്ങളല്ല. ഊണും ഉറക്കവും ഉപേക്ഷിച്ച്, വീട്ടുകാരെ ഉപേക്ഷിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഓരോ കണ്ടുപിടുത്തങ്ങൾക്ക് അവർ സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ കൂടുതലാണ്. പലപ്പോഴും അവരുടെ കുടുംബങ്ങളിൽ നിന്നും അകന്നിരുന്നാണ് ഇങ്ങനെയുള്ള ഓരോ പരീക്ഷണങ്ങൾക്കും അവർ തയ്യാറാകുന്നത്. ഇതിൻ്റെ എല്ലാം പ്രധാന വിജയമെന്ന് പറയുന്നത് നമ്മുടെ ഭരണകർത്താക്കളുടെ മിടുക്കാണ്. അത് എവിടെ നിന്ന് തുടക്കം കുറിച്ചോ ഇന്ന് എവിടം വരെ എത്തിയിരിക്കുന്നോ ഇതെല്ലാം ഓരോരുത്തർ ചെയ്ത സംഭാവനകളാണ്. അത് ഓരോ മിനിസ്ട്രി വരുമ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് പോവുകയാണ്. ഇപ്പോഴത്തെ നമ്മുടെ മിനിസ്ട്രിയും അതിനെ ഒരുപാട് മുന്നിലോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും നമ്മുടെ ജനതയും എല്ലാവരും സന്തുഷ്ടരാണ്, തൃപ്തരാണ്. അത് തുടരട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. ഭരണങ്ങൾ മാറി വരാം, അതൊരു വലിയ കാര്യമല്ല. അത് ജനായത്ത ഭരണ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ്. ആര് ഭരിച്ചാലും അവർ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളണം, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അവർ പരിശ്രമിക്കണം. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വിജയം കൈവരിക്കാൻ സാധിച്ചത്. എന്നാൽ നമ്മൾ എത്ര വിജയം കൈവരിച്ചാലും നമുക്കിനിയും മുന്നോട്ട് തന്നെ യാത്രയാണ്. നമ്മുടെ വിജയങ്ങൾ അവസാനിക്കുന്നില്ല, നമ്മുടെ പരീക്ഷണങ്ങൾ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് വേണ്ടത്. നാം ലോകത്തിൻ്റെ ഒന്നാം നെറുകയിൽ എത്താനായിരിക്കണം നമ്മുടെ എയിംസ്. എന്നാൽ ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ അനുഗ്രഹം, നമുക്കൊക്കെ കിട്ടുന്ന ഈശ്വര അനുഗ്രഹം എന്തുകൊണ്ടെന്നാൽ നമ്മുടെ അഹിംസയും നമ്മുടെ ധാർമ്മികതയും നമ്മുടെ സംസ്കാരവുമാണ്. നമ്മുടെ മുതൽ മുടക്കെന്ന് പറയുന്നത് അതെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരോടും പറയുന്നു, നാം നമ്മുടെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവർക്കും ഈശ്വരൻ നല്ല ആരോഗ്യം കൊടുക്കട്ടെ, അവർക്കുള്ള പ്രചോദനം കിട്ടട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ജയ് ഹിന്ദ്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.